ഹായ്, എക്സ്പോർട്ട് ബിസിനസ്സിൽ ബയ്യറോട് നിങ്ങൾ കോസ്റ്റ് പറയുന്നതിന് മുൻപേ എക്സ്പോർട്ട് ഫ്രീ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഇതിൽ വരുന്ന മെയിൻ ഒരു ഫാക്ടറാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഗുഡ്സിൻ്റെ വോളിയം, അല്ലെങ്കിൽ വെയ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഭംഗിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കതെങ്ങനെ ഏത് കാർഗോയിൽ വിടണം. ഫോർ എക്സാമ്പിൾ ഫുൾ കണ്ടെയ്നർ ആണോ, അല്ലെങ്കിൽ പാർഷ്യൽ ഷിപ്മെൻ്റ് ആണോ, ഈവൻ സീ ഫ്രീറ്റ് ആണോ, എയർ കാർഗോ ആണോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഇതിനെ ബേസ് ചെയ്യണം ബേസിക്കലി. ദെൻ ദ സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ കോസ്റ്റ് പറയുന്നതിന് മുൻപേ ബയ്യറിൻ്റെ അവരുടെ അർജൻസി കൺസിഡർ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഒരു ക്രിസ്മസ് സീസൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ക്രിസ്മസ് സീസണിലേക്ക് ബയറിന്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്ക് ഇറ്റ്സെൽഫ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ക്രിസ്മസ് ആ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ആ കാർഗോ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സീ ഫ്രീറ്റ് ആണെങ്കിൽ അബൌട്ട് US, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അബൌട്ട് 40-45 days യു ഹാവ് ടു കാൽക്കുലേറ്റ്. ദെൻ ബഫർ ടൈം കൂടെ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ അർജൻസി കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഗുഡ്സ് അവിടെ ലേറ്റായി എത്തുകയും അവർക്ക് ആ സീസൺ ടോട്ടലി ലോസ് ആവുകയും ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ വളരെ നിങ്ങളെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു ഫാക്ടറാണ്. അപ്പം അത് കൂടി കൺസിഡർ ചെയ്തിട്ട് ബയറുടെ അർജൻസി കൺസിഡർ ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ചീപ്പസ്റ്റ് ഷിപ്മെൻറ്റ് വരെ നമ്മൾ നോക്കാം. ഈ ചീപ്പസ്റ്റ് ഷിപ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് ആയിട്ട് നമുക്കുണ്ട്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം, അഡീഷണൽ ടൈം, ഇറ്റ് വിൽ ഈറ്റ് യുവർ ടൈം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ടേഴ്സ് എപ്പോഴും വലിയ ഇമ്പാക്റ്റിലേക്ക് വരുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. അത് നിങ്ങൾ ശരിക്കും കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ ബിഫോർ യു ആർ സേയിങ് യുവർ ആക്ച്വൽ കോസ്റ്റ്.